ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മുടെ ഇടവകൾ കേന്ദ്രീകരിച്ചുള്ള ആരാധന അത് ശനിയാഴ്ച സന്ധ്യയ്ക്ക് നിർവഹിക്കുന്ന ഞായറാഴ്ച സന്ധ്യാനമസ്കാരം അതേ തുടർന്ന് ഉള്ളതാണ്. സഭാ കേന്ദ്രങ്ങളിലും സെമിനാരികളിലും പ്രത്യേകമായ ആശ്രമങ്ങൾ അതുപോലെയുള്ള പൊതുസ്ഥാപനങ്ങളിലും മറ്റ് ആരാധന മറ്റ് ദിവസങ്ങളിലൊക്കെയും സജീവമാണെങ്കിലും ഇടവകയുടെ ആരാധനയെ സംബന്ധിച്ച് വരുമ്പോൾ ശനിയാഴ്ചയും അതുപോലെ പ്രത്യേകമായ പെരുന്നാളുകൾ വിശേഷപ്പെട്ട ദിവസങ്ങളിലാണ് ആരാധന നിർവഹിക്കുന്നത്. ഇപ്പോൾ മിക്ക ഇടവകളിലും ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാനമസ്കാരം ഞായറാഴ്ചത്തെ നിർവഹിക്കുന്നതിന് മുമ്പ് 9-ാം മണി നമസ്കാരത്തെ ക്രമം കൂടെ പാലിക്കാറുണ്ട്. അപ്പോൾ തിരശ്ശീല മാറ്റാതെ തന്നെ 9-ാം മണി നമസ്കാരം പൂർത്തീകരിച്ച് മറ നീക്കി കൗമായോടുകൂടി ശനിയാഴ്ച വൈകുന്നേരം ഞായറാഴ്ച സന്ധ്യയുടെ നമസ്കാരം നിർവഹിക്കും. ആ 9-ാം മണി നമസ്കാരം നിർവഹിക്കുമ്പോൾ അതിലെ കോലോ എന്ന ഗാനശകലത്തിലെ ഒരു ഗാനത്തിൽ വരുന്നു പോകാമെന്ന ഒരു തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടത് തിരുത്തുവാനുള്ള ഒരു എളിയ ശ്രമമാണ്. ശ്രീയുദ്ധാനത്തിന്മേകി എന്ന കോലോ അത് 8 രാഗത്തിൽ പാടുന്നു. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു വരി പോഷധാന്യം വീത ചെയ്താൽ വളരാ കേടന്നീ മാഹിമാ. പോഷധാന്യം വിത ചെയ്താൽ വളരാ കേടെന്യേ എന്ന് സ്പഷ്ടമായും വ്യക്തമായും ഉച്ചരിക്കണം. ചിലപ്പോഴെങ്കിലും നമ്മൾ അറിയാതെ കേടെന്നെ എന്ന് ഉച്ചരിക്കാറുണ്ട്. അത് തിരുപ്പെടുത്തപ്പെടേണ്ടതാണ്. കോലോയ്ക്ക് ശേഷം മാർ ബാലായുടെ ബൗസവും അത് കരുണ നിറഞ്ഞവനെ 8 നിറത്തിൽ പാടാവുന്നതാണ്. 7 നിറത്തിൽ പാടിയാലും അതിലെ അവസാനത്തെ സ്റ്റാൻസായിലെ വന്നവനും വരുവോനും മൃത തന്നുയിരും സ്തുതനം ശരീരാത്മാക്കൾ പാടണമേ. സ്തുതൻ എന്ന് വ്യക്തമായി ഉച്ചരിക്കുന്നതിന് ചില സ്ഥലത്തെങ്കിലും ചിലപ്പോഴെങ്കിലും നമ്മൾ അറിയാതെ സുതൻ എന്നുച്ചരിക്കാറുണ്ട്. സുതൻ എന്നാൽ പുത്രനെന്നാണ്, സുതൻ എന്നല്ല അവിടെ വരേണ്ടത്, സ്തുതൻ എന്നാണ്. വന്നവനും വരുവാനിരിക്കുന്നവനുമായ കർത്താവ് സ്തുതിക്ക് യോഗ്യനാകുന്നു എന്നാണ് നാം ഉച്ചരിച്ച് പാടേണ്ടത്. ഈ തെറ്റുകൾ ശ്രദ്ധാപൂർവം ബോധപൂർവം പ്രാർത്ഥനാപൂർവം തിരുത്തുവാൻ ശ്രമിച്ചാൽ ആരാധന കുറച്ചുകൂടെ അർത്ഥപൂർണമായി നമുക്ക് നിർവഹിക്കാൻ സാധിക്കും. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.